അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് വീണ്ടും വാസൻ ഫെസ്റ്റിവൽ തന്നെയാണ്. വാസൻ ഫെസ്റ്റിവൽ ഞങ്ങൾ കുറച്ച് ഗെയിമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് റൈഡിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. സോ അതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള 2 റൈഡായിരുന്നു. സോ അത് ഞാൻ രണ്ടും നല്ല ലെങ്തി ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ ഗെയിമിൻ്റെ ഹോളിവുഡ് എന്നാണ് ഇതിൻ്റെ ഒരു പേര്, ഈ ഒരു റൈഡിൻ്റെ പേര്. ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് കളർഫുള്ളായിട്ടുള്ള കുറേ സംഭവങ്ങളും എക്സ്പീരിയൻസൊക്കെ ആയിരുന്നു. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഫുൾ ഓഫ് കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ഇതായിരുന്നു. പക്ഷേ ഒരു 5 മിനിറ്റ് സംതിങ്, ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കെല്ലാം കണ്ടങ്ങോട്ട് ഇറങ്ങാവുന്നതേ ഉള്ളൂ. കാര്യം ഇത് റിപ്പീറ്റേഷനാണ് വീണ്ടും വീണ്ടും വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് സെയിം തന്നെയാണ് കുറച്ച് ലോങ് ആയിട്ട് സെക്കൻഡ് ഫ്ലോറിൽ അവർ കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു സ്ലൈഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മുകളിലോട്ടൊക്കെ പോയിട്ട് ഇതൊരു സ്ലൈഡിൽ നിന്ന് ഇറങ്ങി പോകണം. എനിക്ക് അതിൻ്റെ അകത്തുള്ള വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല, ബിക്കോസ് ഞാനും അത് പേടിച്ചിട്ടാണ് ഇറങ്ങിയത് തന്നെ. അത്ര പേടിച്ചിട്ടാണ് ഇറങ്ങിയെങ്കിൽ പോലും അതിനകത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അത്ര അങ്ങനെ പേടിക്കാനായിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു ടെൻഷനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി. കുട്ടികൾക്കാണെങ്കിൽ അവർ ഇതിൽ നിന്ന് വരാൻ തന്നെ ഭയങ്കര പാടായിരുന്നു. രണ്ടുപേരും വിളിച്ച് ഇറക്കി. കാര്യം നമ്മൾ ഫസ്റ്റ് ഇതിലായിരുന്നു കയറിയത്. ബിക്കോസ് ഇത് മാത്രമല്ലല്ലോ, ഇനി വീണ്ടും ഒരുപാട് ഗെയിം ആക്ടിവിറ്റീസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഫൺ റോൾ എന്നുള്ള ഒരു ഇതിലൊക്കെ അവർ ഒരുപാട് കയറി നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഇതിലിങ്ങനെ നമ്മൾ സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ റോൾ ചെയ്ത് അങ്ങ് പോകും. നമുക്കിതിനകത്ത് എത്ര മിനിറ്റ് വേണമെങ്കിലും നമുക്കിതിനകത്ത് നിന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ടൈം ഇത്ര മിനിറ്റ് മാത്രമേ പാടുള്ളൂ എന്നൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ കാർഡ് കൊടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും നിൽക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 5-6 മിനിറ്റ് വരെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയുള്ള മാത്രമേ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഓവറോൾ നല്ലതായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. രണ്ടിടത്തും പോകാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ടേ അവിടെ നിന്ന് ഇരിക്കുകയായിരുന്നു. ബിക്കോസ് വീണ്ടും
താഴോട്ട് ഇപ്പം വന്നു, വീണ്ടും മുകളിലോട്ട് തന്നെ കയറി പോകണം. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വേറൊരു എക്സിറ്റ് വഴിയുണ്ട്, അതിൽ കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഫൈൻ, നമുക്ക് പുറത്തോട്ട് ഇറങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷേ രണ്ടുപേരും വരുന്നുണ്ടായിരുന്നില്ല. അവർ വീണ്ടും വീണ്ടും ഒരു വട്ടം കൂടെ മുകളിൽ കയറി ഇറങ്ങി വരെയൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. അതിലില്ല അതിലിവിടെ സോ ഇതായിരുന്നു എൻ്റെ ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറയാനായിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷം ഞങ്ങൾ കയറിയത് ഒരു സ്കെയറി ഹൗസിലോട്ടായിരുന്നു. എനിക്കിതായിരുന്നു പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. സ്കെയറി ഹൗസ് നല്ല രസമായിരുന്നു. എനിക്കിതിനകത്തുള്ള എക്സ്പീരിയൻസ് നല്ല ഇതായിരുന്നു. പക്ഷേ കുട്ടികൾക്കൊന്നും പേടിയായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയെന്ന് പറയാനായിട്ടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ഒരു ശബ്ദത്തിൻ്റെയൊക്കെ ഒരു ബഹളം കേട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ഭയം. ആ ഒരു സൗണ്ടൊക്കെ ആയിരുന്നു നമുക്ക് പേടിപ്പെടുത്തുന്നത്, അല്ലാതെ ബാക്കിയൊക്കെ നല്ല രീതിയിലായിരുന്നു, കൊള്ളായിരുന്നു. സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ നല്ല രീതിയിൽ കിടന്ന് ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾ രണ്ടുപേരും നല്ല കൂളായിട്ടായിരുന്നു വരുന്നത്. ഞാൻ തന്നെയായിരുന്നു വിളിച്ച് ബഹളം വെച്ചത്. Thank you. Thanks for watching my video. Please like, share and subscribe my channel. Thank you.